രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഭഗവാൻ അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി വനവാസത്തിന് ഉറച്ചതായിട്ടുള്ള സമയത്ത് സീത ഞാൻ കൂടെ വരും, അതാത് കാലഘട്ടത്തിൽ എന്താണ് കാട്ടിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ അത് അമൃത തുല്യമായി അങ്ങ് കഴിച്ചതിൻ്റെ അവശിഷ്ടമായാലും പ്രസാദമായാലും ഞാൻ സന്തോഷത്തോടു കൂടി കഴിക്കും. ഏത് പുല്ലിലാണെങ്കിലും കല്ലിലാണെങ്കിലും അയോധ്യയിൽ രാമനില്ലാത്ത കിടക്കയേക്കാൾ ആ ശയ്യയേക്കാൾ എനിക്ക് സുഖം കാട്ടിലത്തെ മുള്ളും കല്ലും ഒക്കെയാണ് എന്ന് പറഞ്ഞതായിട്ടുള്ള സീതാദേവിയോട് അനുഗമിക്കാനുള്ള അനുവാദം ഭഗവാൻ നൽകി. ലക്ഷ്മണനും എങ്കിൽ എനിക്കും അങ്ങനെ തന്നെ, എന്ത് ഏട്ടൻ സംഭവിച്ചാലും അത് നോക്കി നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരാളായിട്ട് എന്നെ അനുഗമിക്കാൻ അനുവദിക്കണം. ഏട്ടനില്ലാത്ത ഈ അയോധ്യയിൽ എനിക്ക് പിന്നെ യാതൊന്നും ഇല്ല എന്ന് ലക്ഷ്മണനും പറഞ്ഞു. രണ്ടു കൂട്ടരും വളരെ ഉറപ്പിച്ച് നിന്ന സ്ഥിതിക്ക് പിന്നെ ഭഗവാൻ ഒന്നും എതിര് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോന്നോളൂ. ഒരു തരത്തിലുള്ള പഴയ കഥകളിലും സീത ഇല്ലാതെ രാമൻ പോയതായിട്ടില്ലല്ലോ എന്ന് സീത ബാധിക്കുകയാണ്. രാമായണാനി ബഹുശ്രുതാനി ഭഗവത് ദ്വിജേഹി. ഈ രാമായണ കഥ ശരിക്കും രാമനും രീതിയും ഉള്ളതിനൊക്കെ മുമ്പേ ഉണ്ട് എന്ന് വേണ്ടേ അപ്പം കരുതാൻ? എന്ത് രാമായണം ആവുപ്പത്? രാമായണാനി ബഹുശ്രുതാനി ബഹുബിർ ദ്വിജൈഹി എന്ന് പറഞ്ഞിരിക്കണു. ബ്രാഹ്മണർ രാമായണ കഥ മുമ്പേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്രേ സീത. അപ്പോൾ രാമായണം രാമനും സീതയും ഉണ്ടാവണതിൻ്റെ മുമ്പേ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ രാമായണാനി ബഹുശ എന്നാണ്. രാമായണം കുറേ ഉണ്ട്, 100ഓളം രാമായണം ഇപ്പോൾ ഇന്ത്യയിൽ പ്രചാരമുണ്ട് എന്നാണ് പറഞ്ഞത്, ഭാരതത്തിൽ. അപ്പം അതിലൊക്കെ ഈ സീത ഇല്ലാതെ രാമൻ കാട്ടിലേക്ക് പോകണില്ല. സീതാം ബിനാ വനം രാമോ ഗത കിം കുത്രചിത് വധ. എവിടെ സീത ഇല്ലാതെ കാട്ടിലേക്ക് രാമൻ പോയി എന്നൊന്ന് പറയുക? എവിടെയില്ല. ആ സീതയോട് കൂടിയിട്ട് തന്നെയാണ് വനവാസം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പോരുകയാണ്. എങ്കിൽ ദാനങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം. കാട്ടിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. സമ്പത്ത് എന്തിനാണ്, സ്വർണം എന്തിനാണ്, രത്നം എന്തിനാണ്? അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് ദാനം. ഇതേ പറയണം, ബ്രാഹ്മണേഭ്യോ ധനം സർവം ദത്വാ ഗച്ഛാമഹേ വനം ഇത്യുക്ത്വാ ലക്ഷ്മണേനാശു ദ്വിജാനാഹൂയ ഭക്തിദ. ഈ ബ്രാഹ്മണർക്ക് അതിൻ്റെ ധർമ്മം ശരിക്ക് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർ വളരെയധികം ബഹുമാന്യരാണ്, അതിന് സംശയമൊന്നുമില്ല. ധർമാനുഷ്ഠാനം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ അവരെ തന്നെയാണ് ശരിക്ക് ഇതാക്കുന്നുള്ളൂ. മറ്റുള്ളവരവർ അങ്ങനെ അല്ലാണ്ട് കാണാൻ അവരുടെ അനുഷ്ഠാനത്തിൻ്റെ കുറവാണ്. ഉപനയനം, വേദാധ്യയനം, സന്ധ്യാവന്ദനം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളുള്ള ഒരു ബ്രാഹ്മണൻ തീർച്ചയായിട്ടും ബഹുമാന്യനാണ്, സംശയമൊന്നുമില്ല. ഇവിടെ പുരാണങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും ആവാമെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണർക്ക് മാഹാത്മ്യമില്ല എന്നർത്ഥമില്ല. അങ്ങനെ കർത്താക്കിയിട്ടില്ല. പുരാണത്തിന് എല്ലാവർക്കും ആവാമെന്നേ ഉള്ളൂ. വേദത്തിനോ ബാക്കി കാര്യങ്ങൾക്കോ അവർക്ക് മാത്രമായിട്ട് അർഹതയുള്ള പലതും ഉണ്ട്. അവരുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളെ അവർ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്നത്. അപ്പം അത്തരം ബ്രാഹ്മണർക്ക് ധർമാനുഷ്ഠാനവും ഉപനയനാദി ശൗചസ്മാർത്ഥ കർമ്മങ്ങളെല്ലാം ചെയ്ത് വേദാധ്യയനം, സന്ധ്യാവന്ദനം, മറ്റനുഷ്ഠാനങ്ങൾ, സർവോപരി അവരുടെ സ്വഭാവ ഗുണങ്ങൾ ശരിയാവണം. അസൂയ, സ്വാർത്ഥം, ധനലോഭം ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ബ്രാഹ്മണൻ ഒരു ദേശത്തുണ്ടായാൽ എത്രയോ അപ്പുറത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ ശുദ്ധമായിട്ട് നേരെയാവും എന്നാണ് തത്വം. പറയുമ്പോൾ ബ്രാഹ്മണേഭ്യോ ധനം സർവം ദത്വാ ഗച്ഛാമഹേ വനം. പോകുന്നതിന് മുമ്പായിട്ട് ധാരാളം ദാനാദികൾ ബ്രാഹ്മണർക്ക് ചെയ്യണം.
ദദോ ഗവാം വൃന്ദശതം ധനാനി വസ്ത്രാണി ദിവ്യാനി വിഭൂഷണാനി കുടുംബവദ്ഭ്യാശുതശീലവദ്ഭ്യോ മുദാതിജേഭ്യോ രഘുവംശകേതു. ആത്മീയരാമായണത്തിൽ സർഗം മുഴുവന ദാനത്തിനെ വർണ്ണിക്കുന്നുണ്ട്. ധരിച്ചിട്ട് എങ്ങനെയൊക്കെ ദാനം വേണ്ടത്. നല്ല സ്വഭാവമുള്ള ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണ്യം യഥാർത്ഥത്തിലുള്ളവർക്ക്, ജനനം മാത്രമായിട്ട് കാര്യമില്ല, കുടുംബമുള്ളവർക്ക്, പിന്നെയോ ദാരിദ്ര്യം അനുഭവിക്കണവർക്ക് കൊടുക്കണം. ഒക്കെ ഉള്ളവർക്ക് ഇത്തിരി ദാനം കൊടുക്കാൻ വല്ല കാര്യം ഉണ്ടാവുമോ? വേണ്ടവർക്ക് കൊടുക്കണം. ആത്മീയരാമായണത്തിലെ ഏതോ ഒരു വലിയ തപസ്വിയായിട്ടുള്ള ഒരാൾ അഷ്ടദരിദ്രനാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്ത് കൊടുക്കണം എന്ന് രാമൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു മഴു കയ്യിൽ എന്തോ കയ്യിൽ കൊടുത്തു, ഒരു ദണ്ടൊറ്റ. ആ ദണ്ട് അങ്ങോട്ട് എറിയാൻ പറഞ്ഞു. അത് എവിടെ പോയിട്ട് വീഴുന്നുവോ അതുവരെയുള്ള ഭൂമി അങ്ങേക്കാണ് എന്ന് പറയുന്നു. ആ പേര് ഓർക്കണില്ല. അത് ഒരു കാര്യത്തിനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് രാമൻ പറഞ്ഞത്. ഇദ്ദേഹം അത് എറിഞ്ഞാൽ ഏതുവരെ പോകുന്നതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുക. കൈകൊണ്ട് അങ്ങനെയല്ല, അത് എത്രയോ സരയൂ നദിയുടെ അപ്പുറത്തേക്ക് പോയിട്ട് വീണു എന്നാണ് പറയണത്. നമ്മളെറിഞ്ഞാൽ പുഴയുടെ നടുവരെയും കൂടി എത്തുമോ? ഇതാ പുഴയും കിടന്ന്, അപ്പം അതുവരെയുള്ള ആ പ്രദേശം മുഴുവൻ അങ്ങെടുത്തോളൂ എന്നും പറഞ്ഞ് ഒരു തപസ്യാണ്. പക്ഷേ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, ജീവിക്കാൻ കഴിഞ്ഞുകൂടാൻ വഴിയില്ല. അപ്പോൾ അത്തരക്കാർക്ക് കൊടുക്കണം എന്നാണ് പറയണത്. അരുന്ധതിക്ക് ആഭരണങ്ങളൊക്കെ കൊടുത്ത്, വസിഷ്ഠൻ്റെ പത്നിയാണ്. രാമോ മാതുസേവകേഭ്യോ ദദോ ധനമനേകത, അനവധി ധനം മുതലായിട്ടുള്ളവരൊക്കെ സേവകന്മാർക്ക് എല്ലാം കൊടുത്തു. ഇനി തനിക്കതൊന്നും ആവശ്യമില്ല. ശ്രീരാമസകസീതയാ നൃപപതേ ഗച്ഛൻ ശനേ സാനുജ പൗരാഞ്ജാനപദാൻ കുതൂഹലദശ സാനന്ദമുദ്ദീക്ഷയൻ ശ്യാമ കാമസഹസ്രസുന്ദരവപു കാന്യാദിശോഭാസയൻ പാദന്യാസ പവിത്രിതാഹില ജഗത് പ്രാപാലയം തത്പിതു. ആ ഒരു സർഗം അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിക്കുകയാണ്. സീതയോടുകൂടി എല്ലാ പൗരജനങ്ങളും അത്യധികം ദുഃഖത്തോടുകൂടി കൗതുകത്തോടു കൂടിയിട്ട് നോക്കി കണ്ടിരിക്കേ വനത്തിലേക്ക് പാദന്യാസ പവിത്രതാഹില ജഗത്, ഓരോരോ പാദം വയ്ക്കുമ്പോഴും ആ ജഗത്തിനെ മുഴുവനെ ശുദ്ധമാക്കിക്കൊണ്ട് എവിടെയൊക്കെ രാമപാദം സ്പർശിച്ചോ അവിടെ മുഴുവൻ ശുദ്ധാവുന്നതാണ്. അങ്ങനെ ശുദ്ധമാക്കിക്കൊണ്ട് അല്ലേ വാമനാവതാരത്തിൽ ഭഗവാന്റെ ആ പോക്കിനെ പറ്റി പറയും. അതേപോലെ ഓരോരോ മനോഹരമായിട്ടുള്ള പാദങ്ങളും വെച്ച് അവിടെ മുഴുവനെ ശുദ്ധീകരിച്ചുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കാട്ടിലേക്ക് പോകുന്നത് ദുഃഖത്തോടു കൂടിയിട്ട് ജനങ്ങൾ നോക്കി എന്നാണ്. ലക്ഷ്മണനോട് കൂടിയിട്ട് സീതയോട് കൂടിയിട്ട് പോകുന്നതായിട്ടുള്ള കാഴ്ച കണ്ടു. ജനങ്ങളെല്ലാം പറഞ്ഞു, കൈകേയ്യാവരദാനാനി ശ്രുത്വാ ദുഃഖസമാവൃത ബദ രാജ്യാ ദശരഥ സത്യസന്ധം പ്രിയൻ സുതം. സത്യസന്ധനായിരിക്കുന്ന ദശരഥൻ്റെ സത്യസന്ധത മുതലെടുത്തുകൊണ്ട് കൈകേയി ഇത്രയും ക്രൂരത ചെയ്തുകൂടാത്തതായിരുന്നു. സ്ത്രീഹേതോരത്യജാത് കഹമീ തസ്യ സത്യാത്മനാ കുത. ഒരു സ്ത്രീക്ക് അടിമപ്പെട്ട് കൈകേയി വാ കഥം ദുഷ്ടയായിരിക്കുന്ന കൈകേയി കേവലം മന്ധരയുടെ വാക്ക് കേട്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, ഹേ ജനാനാത്ര കർത്തവ്യം ഗച്ഛാമോ ദൈവകാനനം. രാമൻ ഇവിടുന്ന് പോയിരിക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അയോധ്യയിൽ ജീവിക്കണം? നമുക്കും പോവാലോ കാട്ടിലേക്ക്. അതിനിപ്പോൾ എന്താ വിരോധം? ആരാ ഇവിടെ തടസ്സം പറയുക? ഞങ്ങളും ആ രാമനെ അനുഗമിക്കുകയാണ്. രാമനോട് കൂടിയ കാട് ഞങ്ങൾക്ക് അയോധ്യയാണ്. രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് കാടിനേക്കാൾ നികൃഷ്ടമാണ്, നരകമാണ്. അതുകൊണ്ട് എന്താ അയോധ്യ? രാമനില്ലാണ്ട് ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയാലോ? എത്ര രാമസ്തവാര്യോ ഗന്ധുമിച്ഛതി പശ്യന്തു ജാനകിം സർവേ പാദചാരേണ ഗച്ഛതി. സ്വർണത്തിൻ്റെ മെതിയടി അല്ലെങ്കിൽ തേര്, കുതിര, വാഹനം ഇതിലെല്ലാം സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സീത കണ്ടില്ലേ കാലടി വെച്ചിട്ട് നടക്കണത്? കാലടി വെച്ച് അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര കട്ടായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് തന്നെ മരവുരി സീതയെ ഉടുപ്പിച്ചത് കണ്ടിട്ട് വളരെ ദുഃഖം തോന്നി ഇവർക്കൊക്കെ. ഇത്ര ദുഷ്ടമായിട്ടുള്ള കൈകേയി എന്താണ് സീതയെ കൊണ്ട് മരവുരി ഉടുപ്പിക്കേണ്ട ആവശ്യം? സത്യത്തിലോ പ്രതിജ്ഞയിലോ അത് പറഞ്ഞിട്ടില്ലല്ലോ.
രാമൻ മരവരി എടുത്ത് പോകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സീത പോവുകയാണെങ്കിൽ സർവാഭരണഭൂഷിതയായിട്ട് പൊയ്ക്കൂടെ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പൊയ്ക്കൂടെ? ആ മരവരി ഉടുക്കാൻ പോലും അറിയാതെ വിഷമിക്കുന്നു കണ്ടു. വസിഷ്ഠനടക്കം കോപിഷ്ഠനായി എന്ന് പറയണം. സർവാഭരണങ്ങൾ ധരിച്ചിട്ടാണ് പോവൂ ജാനകി, ഞാനാ പറയണം. ആചാര്യന് പറയാനുള്ള അധികാരമുണ്ടല്ലോ, എന്തിനാണ് സീത മരവരി ഉടുക്കുന്നത്? അപ്പോൾ ഇതെല്ലാം വളരെ ദുഃഖത്തോടു കൂടിയിട്ട് രാമോപിപാദചാരേണ ഗജാശ്വാദി വിവർജിത, ആന കുതിര മുതലായിട്ടുള്ളതിനെ ഉപേക്ഷിച്ച് കാലടി നടന്ന് കാലുകൊണ്ട് നടന്നുകൊണ്ട് പോകുന്നത് എല്ലാവരും നോക്കി നിൽക്കുക. അവരെല്ലാം വനത്തിലേക്ക് പോയാലോ, നമ്മളിനി ഇവിടെ നിൽക്കണില്ല, രാമൻ പോകുമ്പോൾ നമ്മളിവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പോയി. വളരെയേറെ ദുഃഖിച്ച സമയത്ത് വാമദേവൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ, എല്ലാ തത്വങ്ങളും ദേശകാലാർത്ഥ തത്വജ്ഞന്മാരായിട്ട് കുറേ ആൾക്കാരുണ്ടാവില്ലേ, ആൾക്കാരുടെയൊക്കെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്താണത്? അബ്രവീത് വാമദേവോധ സാധൂനാം സംഗമധ്യഗ മാനിശോചതരാമംബ സീതാംബ വശ്മി തത്വത. രാമസീത പറ്റിയിട്ടുള്ളതായിട്ടുള്ളൊരു തത്വത്തെ ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങളെല്ലാവരും കേട്ടോളൂ. എന്താ അത്? ഏഷ രാമപ്പരോ വിഷ്ണുരാദി നാരായണ സ്മൃത. ഈ രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായ ഗാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും പറയണ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണുതാമരസാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകാത്മജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ. ഇതൊന്നും നിങ്ങൾ വിചാരിക്കണ മനുഷ്യന്മാരൊന്നും അല്ലത്. ലക്ഷ്മണൻ അനന്തൻ്റെ അവതാരം, മോഹമായാദേവിയുടെ അവതാരമായിട്ട് സീത ലക്ഷ്മിയുടെ അവതാരം എന്നും പറയും, രണ്ടും തന്നെയാണല്ലോ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഈ രാമൻ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നത് ഈശ്വരനാദ്യൻ അജൻ പരമാത്മാവു സാദരം. ഈ ലോകത്തെ മുഴുവനെ തെറ്റിച്ച് രക്ഷിക്കുന്ന അത്ഭുതകരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ആ വിഷ്ണു ആ പരമാത്മാവാണ്. ആദ്യൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്തിൽ തമോ ഗുണയുക്തനായ ത്രിജാവല്ലഭൻ സംഹരിക്കുന്നതും, ബ്രഹ്മാവായിട്ട് സൃഷ്ടിക്കുന്നു, രുദ്രനായിട്ട് സംഹരിക്കുന്നു. അതുപോലെ വിഷ്ണുവായിട്ട് രക്ഷിക്കുന്നു എന്ന് പറയുന്നതും ഒരു പരമാത്മാവാണ് സത്യത്തിൽ. അപ്പോൾ വിഷ്ണു ഭക്തന്മാർ പറയും ഇത് മൂന്നുമായി തീർന്നത് വിഷ്ണുവാണ്, ശിവഭക്തന്മാർ പറയും ഇത് മൂന്നുമായിട്ട് തീർന്നത് ശിവനാണ്. അർത്ഥത്തിൽ ഇത് മൂന്നും ഇതൊന്നും അല്ലാത്ത പരബ്രഹ്മമാണ്, അതിന് രൂപമില്ല. പരബ്രഹ്മൻ ശിവനുമല്ല, വിഷ്ണുവല്ല, ദേവിയല്ല, ഒന്നുമല്ല, സ്ത്രീയുമല്ല, പുരുഷനുമല്ല, ഒന്നുമല്ല. ആ ശക്തി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല സത്യത്തിൽ. അതാണ് പലരും മനസ്സിലാക്കാത്തത്. പക്ഷെ അത് നമ്മുടെ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ വിഷ്ണു ഭക്തന്മാർ പറയും സൃഷ്ടിത്തിരി സംഹാരങ്ങൾ നടത്തുന്നത് വിഷ്ണുവാണെന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പരമാത്മാവാണ് ഇവിടെ രാമൻ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. അവിടെ ഞങ്ങളുടെ വിവിധ അവതാരങ്ങളെ പറ്റി പറയുകയാണ്. മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്ത ധീരാഘവൻ. മത്സ്യാവതാരം ഉണ്ടായി നഷ്ടപ്പെട്ട വേദങ്ങളെ പണ്ട് പുനഃസ്ഥാപിച്ചു കൊടുത്തു. മന്ദരപർവ്വതത്തെ താങ്ങിയിട്ട് പാലാഴി മഥനം സാധിപ്പിച്ചു കൊടുത്തു. അത് മുടങ്ങിയ സമയത്ത് താണുപോയി പാലാഴിമല മന്ദരപർവ്വതം. പാതാളലോകം പ്രാപിച്ചത് അനന്തരം എന്ന് പറയുകയാണ്. നല്ല അതിബലമുള്ള കഠോരമായിട്ടുള്ള ഒരു കൂർമാകൃതി സ്വീകരിച്ചു, ആ പർവ്വതത്തെ പൊന്തിച്ചു. അതേപോലെ പണ്ട് ഭൂമിയിൽ താണുപോയതായിട്ടുള്ള വെള്ളത്തിൽ താണുപോയതായിട്ടുള്ള ഭൂമിയെ ഉദ്ധരിക്കാൻ ഹിരണ്യാക്ഷനെ കൊന്ന് കിട്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. ഭൂമിയൊക്കെയാണ് പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണോ? കനം കൂടുമ്പോഴേക്കും ഒരു പന്തോ പാത്രമോ പോലും എടുക്കാൻ നമുക്ക് സാധിക്കണില്ല, കയ്യിന് ബലം കുറയുമ്പോഴേ. ഇത് ഭൂമി എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവൻ പൊന്തിച്ചു. പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായ ഒരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും. വേദത്തിൽ പറയും കടകൃത്യത. പുല്ലുപായ ഉണ്ടാക്കണ ആള് വിരലുകൊണ്ട് അത്രയും പുല്ലിങ്ങനെ പുല്ല് കീറുന്നത് പോലെ ഹിരണ്യാക്ഷൻ്റെ വക്ഷപ്രദേശം വിളർന്ന് ഭക്തപ്രഹ്ലാദനെ രക്ഷിച്ചതും ഇവൻ തന്നെ എന്ന് പറയുകയാണ്.
അതുപോലെ തന്നെ ഇന്ദ്രാനുജനായിട്ട് വാമനനായിട്ട് ജന്മം കൊണ്ട് 3 അടി മണ്ണ് കൊണ്ട് ലോകം മുഴുവൻ അളന്നതും മറ്റൊരാളല്ല. അങ്ങനെ വാമനാവതാരത്തെ സ്വീകരിച്ചു. ക്ഷത്രിയ നിഗ്രഹം ചെയ്യാനായി കൊണ്ട് പരശുരാമനായിട്ട് അവതരിച്ചു. ഭാർഗവൻ ആയി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. അങ്ങനെ ഇവിടെ ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനതിൻ കാരണം പറയണം. മന്ധരയല്ല കൈകേയല്ല ആരും ഭ്രമിക്കായക രാജാവുമല്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? രാവണവധം ഉണ്ടാവണം. രാവണവധം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? കാരണം ഉണ്ടാവണം. എന്നിട്ട് രാവണനെ ആക്രമിക്കാൻ കാരണം കൂടാതെ ചെയ്യാൻ പാടില്ല. നല്ല രാജാക്കന്മാരത് ചെയ്യില്ല എന്നാണ്. അപ്പം സീത അപഹരിക്കപ്പെടണം. ആ സീത അപഹരിക്കപ്പെടണമെങ്കിൽ അയോധ്യയിൽ കൊടുന്ന് സീതയെ കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല മുഴുവൻ അല്ലേ? അപ്പം അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് കാട്ടിലേക്ക് പോകുന്നതും. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ തിഷ്ടിത്തിലയക്കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ കാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. രാമനെ ചിന്തിച്ച് ദുഃഖിയായ ആരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കും ഏവനും എന്നത് നിർണയം. ഏറ്റവും വലിയ പേടി ലോകത്തിൽ മരണഭയമാണ്. അതിനാണ് ഒരൊറ്റൊന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ പിന്നെ മറ്റു പേടി ഉണ്ടാവില്ല എന്ന് പറയണോ? മരണഭയമാണ് ലോകത്തിൽ ഏറ്റവും. അതടക്കം മരണത്തിന് ഇന്ന് അവർക്ക് പേടിയുണ്ടാവില്ല. രാമരാമം ജപിച്ച് ഭഗവാനോട് കൂടിയിട്ടുള്ള ആ ഒരു ഭക്തി വർദ്ധിച്ചവർക്ക് എന്ത് മരണഭയമാണ് അവർക്കുണ്ടാവുക? മരണം വരുമ്പോൾ വരട്ടെ, സ്വാഭാവികമായിട്ട് അതങ്ങോട്ട് പോയിക്കോളും. പിന്നെ വേറെ ഏത് ഭയം ഉണ്ടാവുക വെച്ചാൽ ഒരു പേടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രാമസീതാ രഹസ്യം നകുരീദിശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശയും ആശവും സിദ്ധിക്കും ഏവനും ഗോപനീയം രഹസ്യം പരമീദിശം പാപവിനാശനം ചൊന്നതിൻ കാരണം. ഇതൊന്നും എല്ലാ ദിക്കിലും പറയേണ്ടതല്ല. നമുക്കൊരു പാഠമാണ്. കാരണം ഈ ആധ്യാത്മിക തത്വങ്ങൾ ഗോപനീയം, രഹസ്യം, ഗോപ്യം എന്ന് പറയാനുള്ള കാരണം അങ്ങാടിപ്പാട്ടാക്കേണ്ട കാര്യങ്ങളല്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. അത് ഉൾക്കൊള്ളുന്നവരോടും വേണ്ടവർക്കേ പറഞ്ഞു കൊടുക്കാവൂ. ചോദിച്ചാൽ പറയാം, ചോദിച്ചാലേ പറയാവൂന്നാ. ഭക്തന്മാർക്ക് ചോദിച്ചില്ലെങ്കിലും പറയാവുന്നുണ്ട്. ഭക്തന്മാരോട് ഭക്തനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അപ്പോൾ വിലപ്പെട്ട ഈ തത്വങ്ങളെ കളിയാക്കുക, ശരിയല്ലാത്ത ദിക്കിൽ പറയുക, അർഹതയില്ലാത്ത ദിക്കിൽ പറയുക, പ്രസക്തി ഇല്ലാത്ത ദിക്കിലൊക്കെ പാടി നടക്കുക, അതിനുള്ളതല്ല. ഇതൊന്നും വേണ്ടാത്തോടത്ത് പറയരുത് എന്നാണ്. ചോദിച്ചവർക്ക് ആവശ്യം ഉള്ള സ്ഥലത്ത് അതേപോലെ ഉൾക്കൊള്ളുന്നവർക്ക് മൂല്യം കൽപ്പിക്കുന്ന ദിക്കിൽ മാത്രം പറയുക. താപവും തീർന്നു പൗരജനങ്ങൾക്കു താപസേട്ടനും മോതാലെഴുന്നള്ളി. എന്നിപ്പോൾ ഈ മന്ത്രോപദേശമാണെങ്കിലും ആത്മതത്വങ്ങളാണെങ്കിലും അവിടെയും ഇവിടെയും വെച്ച് പറഞ്ഞു കൊടുക്കില്ല. നോക്കിയിട്ടുണ്ടോ നമ്മൾ അതിന് വെളുത്ത വാവോ അല്ലെങ്കിൽ നല്ല ദിവസമോ പക്ഷമോ നിശ്ചയിച്ച് സ്ഥാനം നിശ്ചയിച്ച് ഗുരുവിനെ നമസ്കരിച്ച് അതിന് ദക്ഷിണ കൊടുത്ത് അങ്ങനെയൊക്കെ വേണം ഇത്തരം കാര്യങ്ങൾ പറയാനും കേൾക്കാൻ. അങ്ങാടിപ്പാട്ടാക്കാൻ മാത്രം ഇല്ലേ? ഇപ്പം ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാൻ ഒരു കല്ല് കിട്ടിയാൽ മതി, മുമ്പിൽ ആളുണ്ടോയെന്നും നോക്കണ്ട നേതാക്കൾക്കേ. അതുപോലെ പറയേണ്ടതല്ല എന്നർത്ഥം. വേണ്ടവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട തത്വമാണ് ഭഗവാന്റെ ഈ വക പരമഗൂഢമായിട്ടുള്ള തത്വങ്ങൾ എന്നങ്ങനെ പറഞ്ഞ് ജടാചീരങ്ങളെല്ലാം, അതായത് വൽക്കലങ്ങൾ, കാട്ടിലേക്ക് ഉചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ ധരിച്ചു നിലയ്ക്ക് പറയുകയാണ്. ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണഭൂഷിതഗാത്രിയായ ദിവ്യാംബരം പൂണ്ടും അനുഗമിച്ചിടുക. വസ്ത്രങ്ങൾ ധരിച്ചിട്ട് എന്തുകൊണ്ട് സീതയ്ക്ക് പോയിക്കൂടാ? കരാറിലോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയിലോ പറഞ്ഞിട്ടുള്ളത് രാമൻ മരവരി എടുക്കണം എന്നാണല്ലോ. രാമ രാമ ത്രിലോകാഭിരാമാംഗ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. സുമന്ത്രരോട് തേരൊക്കെ എഴുന്നള്ളിക്കാനായിട്ട് പറഞ്ഞു. ഭൂമിയിൽ മോഹിച്ചു വീണു രാമ രാമ
എന്നങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തു. അവിടെ രഘുനാഥൻ എന്നുള്ളത് ദശരഥനാണ്. നിൽക്കൂ ദശരഥ, സുമന്ത്ര പോവാതിരിക്കൂ ദശരഥനാണ് പറയണത്, രാജാവാണ് പറയണത്. നിർത്തൂ, തേര് മുമ്പോട്ട് കൊണ്ടുവരുത്, തേര് മുന്നോട്ട് കൊണ്ടുവരുത്. ഗച്ഛേതി ഭഗവാൻ ഗച്ഛ വേം പൊക്കോളൂ, ഇനി നിന്നാൽ പോക്കുണ്ടാവാണ്ടിരിക്കുക, കൂടുതൽ തടസ്സങ്ങളുണ്ടാവാം. പോവൂ. ഗച്ഛേതി വേഗാലരുൾ ചെയ്തു. നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും ദശരഥൻ നിൽക്കൂ. ഗച്ഛേതി വേഗാല നടക്കൂ. ഇനിയും ഇവിടെ നിന്നാൽ വനഗമനം സുഗമമാവില്ല, പലതും നമ്മൾ കാണേണ്ടി വരും. ചിലപ്പോൾ ദശരഥന് ജീവഹാനി അടക്കം സംഭവിക്കും. കാരണം വൃദ്ധ ഹൃദയമാണ്, പുത്രനെ പിരിയാനുള്ള ദുഃഖമാണ്. അപ്പോൾ അതിനുള്ള നമ്മളിവിടെ നിൽക്കണ്ട, വന്നോട്ടെ, നമ്മളിവിടെ അപ്പോഴേക്ക് ഇവിടുന്ന് പോയി കഴിയണം എന്ന ഭാവത്താലാണ് വേഗം പോവുക. അപ്പോഴും സ്ത്രീബാലവൃദ്ധാപാതി പുരവാസികൾ താപം മുഴുത്തു വിലാപിച്ചു. പിന്നാലെ തിഷ്ട പ്രഭോ രാമ, ദയാനിധേ ദിട്ടിക്ക് അമൃതമായൊരു തിരുമേനി കാണായെങ്കിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. കാണുമ്പോൾ തന്നെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നതായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ അല്ലേ. രൂപം അങ്ങനെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലാം മറക്കണം, നമ്മുടെ ശരീരത്തെയും മറക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖത്തെയും മറക്കണു. സർവേശ്വര, ആ മേനി ഇവിടുന്ന് മാറ്റി 14 കൊല്ലം അത് കാണാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുക? അങ്ങനെ എല്ലാവരും ദുഃഖിച്ചു. സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ, മന്നവൻ താനും ചിരം പ്രലപിച്ചതാ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേകത്തിങ്കലാക്കുവിൻ. ദശരഥൻ പറഞ്ഞു, ഇനി കൈകേയിയുടെ ഗൃഹം എനിക്ക് വളരെ ദുഃഖം തരുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇതുവരെ ഞാൻ കൈകേയിയുടെ ഗൃഹത്തിലാണ് എപ്പോഴും വസിച്ചിരുന്നത്. എന്നെ കൗസല്യയുടെ അടുത്ത് കൊണ്ടാക്കൂ, അവിടെ മാത്രമേ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം ഇനി കിട്ടുള്ളൂ. ഒരിക്കലും ഈ കൈകേയിയുടെ കൂടെ ഞാൻ ഇരിക്കില്ല, എന്നെ കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ അന്നേരം. അങ്ങനെ കൗസല്യ ദുഃഖിച്ചു, കൈകേയി ദുഃഖിച്ചു, എല്ലാവരും ദുഃഖിച്ചു. കൈകേയി മാത്രം കാര്യമായിട്ടൊന്നും ദുഃഖമൊന്നും ഉണ്ടായില്ല എന്നാണ്. അവിടെ സുമിത്ര ഉണ്ടായിരുന്നു, പരസ്പരം ആശ്വസിപ്പിച്ചു. സുമിത്ര കൗസല്യെ ആശ്വസിപ്പിച്ചു, കൗസല്യ സുമിത്ര ആശ്വസിപ്പിച്ചു. അങ്ങനെ ശ്രീരാമൻ ആ തമസാ നദി കടക്കാൻ പോവുകയാണ്. അവിടെ ഒരു വൃക്ഷമൂലത്തിനെതിരെ ഗുഹനെ കാണുന്നു, ജട പിരിക്കണു. അവിടെ തങ്ങളുടെ വനവാസ സംഭവങ്ങളാണ് തുടർന്ന് പറയാൻ പോണത്. ഗുഹനെ കാണുന്നതായിട്ടുള്ള ഗുഹസംഗമം മുതലായിരിക്കുന്ന ഭാഗങ്ങൾ. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേദത്യ രാമായണം. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.